മയക്കുമരുന്ന് ഉപയോഗം ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഗൗരവമായ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് ഇത് ലോകമാകെയുള്ള ഒരു വലിയ സാമൂഹിക ആരോഗ്യ പ്രശ്നമാണ്. എന്നാൽ കേരളത്തിലെ യുവാക്കളിൽ ഇതിൻ്റെ വ്യാപനം വളരെ ദുഃഖകരമായ രീതിയിൽ വേഗത്തിലായി വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരായ യുവാക്കൾ. മാനസിക സമ്മർദ്ദം, ആശങ്കകൾ, സ്കൂളിൽ കോളേജുകളിൽ നിന്നും ലഭിക്കുന്ന സമ്മർദ്ദം, വീടുകളിൽ നിന്ന് ലഭിക്കുന്ന സമ്മർദ്ദം എന്നിവ മൂലം മയക്കുമരുന്നുകൾക്ക് ദയനീയമായ ഒരു വഴി കണ്ടെത്തും. ഇന്ന് താരതമ്യേന യുവാക്കളിലും വിദ്യാർത്ഥികളിലും കാണപ്പെടുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് ഡ്രഗ് അഡിക്ഷൻ. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് വഴി ജീവിതം വളരെ മോശമായ നിലവാരത്തിലെത്തുകയും അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നിരവധി ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു. മക്കളുടെ ഏതൊരു ചെറിയ പ്രശ്നവും തിരിച്ചറിയുന്നത് അമ്മമാരാണ്. എന്നാൽ അമ്മമാരുടെ ചെറിയ ഒരു നോട്ടക്കുറവ് പോലും മക്കളെ ഡ്രഗ് അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലാണ് എത്തിക്കുന്നത്. അതിനാൽ നാം കൂടുതൽ ജാഗ്രത പുലർത്തണം. മിക്കപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന 2 വാക്കുകളാണ് ഡ്രഗ് അബ്യൂസും ഡ്രഗ് അഡിക്ഷനും. ഇവ രണ്ടും ഒന്നാണ് എന്ന മിഥ്യാധാരണയുണ്ട്. ഡ്രഗ് അബ്യൂസ് പെട്ടത് ലഹരി ഉപയോഗിക്കുന്നവരിൽ കാണപ്പെടും. എന്നാൽ ഈ അവസ്ഥ ചികിത്സ കിട്ടാതെ നീണ്ടുപോകുമ്പോൾ അത് ഡ്രഗ് അഡിക്ഷൻ ആകുന്നു. ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. കൃത്യമായ ചികിത്സ ലഭ്യമായില്ല എങ്കിൽ ഈ രോഗം തലച്ചോറിനെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ നമുക്ക് ഈ ലഹരി എങ്ങനെയാണ് തലച്ചോറിനെ ബാധിക്കുന്നതെന്ന് നോക്കിയാലോ. ഏതൊരു ലഹരി പദാർത്ഥവും തലച്ചോറിലെ കെമിക്കൽ മെസ്സേജിംഗ് സിസ്റ്റം തകരാറിലാക്കുന്നു. എന്നാൽ ലഹരിയുടെ വകഭേദങ്ങൾക്കനുസരിച്ച് തലച്ചോറിലെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസം വരാം. അതിസങ്കീർണമായ ഘടനയാണ് തലച്ചോറിനുള്ളത്. ഈ ഘടനയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചേരുമ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ താറുമാറാകുന്നു. തുടർന്ന് ഓർമ്മക്കുറവ്, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക സംഘർഷങ്ങൾ മുതൽ മസ്തിഷ്ക ആഘാതം വരെ സംഭവിച്ചേക്കാം. എന്താണ് ഈ ഡ്രഗ് അഡിക്ഷൻ? ലഹരിമരുന്നിൻ്റെ അമിതമായ ഉപയോഗം കാരണം നാഡീവ്യൂഹത്തെയും മാനസിക ശാരീരിക ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു രോഗമായാണ് ഡ്രഗ് അഡിക്ഷനെ വിദഗ്ധർ കണക്കാക്കുന്നത്. എന്താണ് ഈ ഡ്രഗ് അബ്യൂസ്? തന്നിലോ മറ്റുള്ളവരിലോ ശാരീരികവും മാനസികവുമായ ക്ഷതങ്ങൾ തുടർച്ചയായി ഏൽപ്പിക്കുക, സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അപര്യാപ്തത കാണിക്കുക. ഡ്രഗ് അഡിക്ഷനോ? ലഹരി ഉപയോഗം ഉയരുക, എല്ലാത്തിനും താല്പര്യം നഷ്ടപ്പെടുക, ലഹരി നിർത്താൻ നിരവധി തവണ ശ്രമിക്കുക, അത് വിജയിക്കാതിരിക്കുക. ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ജീവിതത്തെ ആനന്ദകരമാക്കുക, മാനസിക പ്രശ്നങ്ങൾക്ക് സഹായം തേടുക, റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുക, സമപ്രായക്കാരുമായി വിനോദത്തിലേർപ്പെടുക, ജീവിതം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുക. ഇതിൻ്റെ ചികിത്സാ രീതി നോക്കിയാലോ. അഡിക്ഷൻ സങ്കീർണമാണെങ്കിലും ചികിത്സ സാധ്യമാണ്. രോഗി പെട്ടെന്ന് ചികിത്സ തേടേണ്ടതാണ്. ഒറ്റയ്ക്കുള്ള ചികിത്സ എല്ലാത്തിനും ഫലവത്തല്ല. കൂടുതൽ കാലത്തോളം ചികിത്സയിൽ കഴിയുന്നതും സങ്കീർണമാണ്. കൗൺസിലിങ്ങും ബിഹേവിയർ തെറാപ്പീസും ഈ അസുഖത്തിന് ലഭ്യമാണ്. ഇതിനോടൊപ്പം മരുന്നുകളും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു. ഡ്രഗ് അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏത് സമയവും മയക്കം, വൃത്തിക്കുറവ്, ദിനചര്യങ്ങളിൽ മാറ്റം, സൗഹൃദങ്ങളിൽ മാറ്റം, പണം ധാരാളമായി ആവശ്യപ്പെടുക, കൺഫ്യൂഷൻ, വിറയൽ, സംസാരത്തിൽ വൈകല്യം, ഉറക്കക്കുറവ്, പതിവിലും കൂടുതൽ ഉറങ്ങുക, ചുറ്റുമുള്ളവരെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലായ്മ തുടങ്ങിയവയാണ് പ്രധാനമായും കാണപ്പെടുന്നത്. മയക്കുമരുന്ന് പ്രയോഗം നമ്മുടെ എല്ലാം പ്രശ്നമാണ്. ഇത് ഒറ്റപ്പെട്ടവർക്ക് മാത്രമല്ല, കുടുംബങ്ങൾ, സമൂഹം, രാഷ്ട്രം എല്ലാം ചേർന്ന് നേരിടേണ്ടതാണ്. സ്കൂളുകൾ, കോളേജുകൾ, കുടുംബങ്ങൾ, സർക്കാർ എല്ലാം ചേർന്ന് നമ്മുടെ യുവാക്കളെ മയക്കുമരുന്നുകൾക്കു നേരെ പ്രേരിപ്പിക്കുന്ന പ്രേരണകളെ പ്രതിരോധിക്കാൻ, അവരോടുള്ള മികച്ച പിന്തുണ നൽകാൻ നാം സജീവമായി പ്രവർത്തിക്കണം. ഈ പ്രയത്നങ്ങൾ കൊണ്ട് നമുക്ക് ഒരു മികച്ച ആരോഗ്യകരമായ സമൂഹം സൃഷ്ടിക്കാം. താങ്ക് യു.